ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെയും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഒക്കെ ഇലക്ട്രോളിസിസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇലക്ട്രോളിസിസിനെ കുറിച്ച് മൈക്കൽ ഫാരഡെ എന്താണ് പറഞ്ഞതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൈക്കൽ ഫാരഡെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്നൊക്കെ നമുക്കറിയാം. ദാറ്റ് ഈസ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് പറഞ്ഞാൽ ഇലക്ട്രോളിസിന് ഒരു ഇലക്ട്രോലിറ്റിക് ടാങ്ക് ഉണ്ടാവും. ടാങ്കിൽ നമ്മളെ ഇലക്ട്രോലൈറ്റ് അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിൽ നമ്മള് ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്യും അല്ലെ, ആനോഡും കാഥോഡും ഡിപ്പ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മള് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രോളിസിന്റെ ഒരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫാരഡെ ഈ ഇലക്ട്രോളിസിസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫാരഡെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ലോസ്. ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാല് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഫ്രം ദി ഇലക്ട്രോഡ് ഈസ് directly proportional to the amount of electricity passes through it. The amount of substance deposited or liberated at the electrode is directly proportional to the amount of electricity passes through it. അതായത് ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് പോകുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ സോഡിയം ക്ലോറൈഡ്, നമ്മൾ ഇന്നലെ പറഞ്ഞു സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ്. സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളൈസ് ചെയ്യുകയാണെങ്കിൽ സോഡിയം എന്നെ ഇവിടെ ഈ ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ തന്നെ സിഎൽ ക്ലോറിൻ ഗ്യാസ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഇലക്ട്രോഡിൽ നിന്ന് ഇങ്ങനെ ലിബറേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഈ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് പോകുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് ഇത് കൂടി നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് കറണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിഷൻ കൂടും, കറണ്ട് കുറവാണെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ അളവ് കുറവായിരിക്കും. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഈസ് directly proportional to the amount of electricity passes through it. അപ്പോൾ ഫാരഡെ പറഞ്ഞ അനുസരിച്ച് amount of substance is deposited or liberated at the electrode is directly proportional to amount of electricity passes through it. That is W equal proportional to Q. ഇതിനെ നമുക്ക് ഈക്വൽ ടു ആക്കി മാറ്റാം. ദാറ്റ് ഇസ് ഡബ്ല്യു ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ടു ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊടുക്കണം അല്ലെ. ഡബ്ല്യു ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂ. സെഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. സോ ക്യൂ എമൗണ്ട് ഓഫ് കറണ്ട് ക്യൂ ഈക്വൽ ടു നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഇസ് കറണ്ട് സ്ട്രെങ്ത് ഐ ഇൻറ്റു T in seconds. That is Q equal to I into T ആണ്. So this above equation can be rewritten as W equal to ZIT. Okay. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. W equal to ZIT. Okay. Z ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ആണ്. അപ്പൊ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് Z-നെ നമുക്ക് വേണമെങ്കിൽ W by IT എന്ന് എഴുതാം അല്ലെ. അതായത് Z is the amount of substance deposited when unit current passes at unit time. യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് ആണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. ദാറ്റ് ഈസ് ദിസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് deposited or liberated at the electrode when unit current passes through the electrode at unit time. ഇങ്ങനെയാണ് നമ്മൾ
സെഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരുപാട് ഇലക്ട്രോലൈറ്റ്സുകൾ, സപ്പോസ് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുന്നൊന്നുമില്ല, ഒരുപാട് ഇലക്ട്രോലൈറ്റ്സുകള് ഇലക്ട്രോളിസിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിലേക്കൊക്കെ ഈക്വൽ എമൗണ്ട് ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത്. ഈക്വൽ എമൗണ്ട് ഇലക്ട്രിസിറ്റിയാണ് എല്ലാ ഇലക്ട്രോഡിലേക്കും നമ്മൾ പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് an equal amount of electricity passes through different electrolytes connected in series. എല്ലാത്തിലേക്കും ഒരേ അളവ്, അതായത് ഇലക്ട്രോളിസിസ് നടക്കുന്ന ഈ സെല്ലുകളിലേക്ക് ഒരേ അളവിലുള്ള ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ഇലക്ട്രോഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടുന്ന് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിന്റെ ഇക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഈക്വൽ കറണ്ട് ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റിലേക്ക് ഒരേ സമയം പാസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് അതിന്റെ ഇക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ സൊല്യൂഷന് ഇതിനേക്കാൾ ഇക്വലന്റ് മാസ് കൂടുതലാണെങ്കിൽ ഇതിലാണ് കൂടുതൽ ഡെപ്പോസിഷൻ നടക്കുക. ഇതിനേക്കാളും ഇക്വലന്റ് മാസ് ഈ സൊല്യൂഷൻ ആണ് കൂടുതലെങ്കിൽ ഇതിൽ അതിനേക്കാളും കൂടുതൽ ഡെപ്പോസിഷൻ നടക്കും. അപ്പൊ ഏതിനാണ് കൂടുതൽ ഇക്വലന്റ് മാസ് ഉള്ളത് അതിൽ കൂടുതൽ ഡെപ്പോസിഷൻ നടക്കും. ഏതിലാണോ കുറവ് ഇക്വലന്റ് മാസ് ഉള്ളത് അതിൽ കുറവ് ഡെപ്പോസിഷൻ നടക്കും. ദാറ്റ് ഈസ് പറയുന്നത് എന്താ വെച്ചാല് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്. ഇപ്പൊ സപ്പോസ് ഇത് എ, ഇത് ബി, ഇത് സി ആണെന്ന് വിചാരിക്കുക സൊല്യൂഷൻ. അപ്പൊ ഒന്നാമത്തെ സൊല്യൂഷൻ WO, ഒന്നാമത്തേൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത് എന്തിന് പ്രൊപ്പോർഷൻ ആണ്? അതിന്റെ ഇക്വലന്റ് മാസിന് EA. WA ഈക്വൽ പ്രൊപ്പോർഷണൽ ടു EA. അതുപോലെ തന്നെ ഇതില് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് WB എന്തിന് പ്രൊപ്പോർഷൻ ആണ്? അതിന്റെ ഇക്വലന്റ് മാസിന്. WB is proportional to EB. WB EBക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ പിന്നെ സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when equal amount of electricity passes through different electrolytes connected in series, then the amount of substance deposited or liberated is directly proportional to their equivalent masses. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് WA divided by WB equal to EA by EB. ഇതാണ് നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുന്നത്. സെക്കൻഡ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WA by WB equal to EA by EB. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രോളിസിസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു മെറ്റീരിയലിന്റെ, ഒരു വസ്തുവിന്റെ ഇക്വലന്റ് വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വലന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഇലക്ട്രോളിസിസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോളിസിസിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നമ്മൾ പല രീതിയിലും പലതും പല മെറ്റലിന്റെ മുകളിലും കോട്ട് ചെയ്തിട്ട് നമുക്ക് പരിചയമുണ്ട്. ഇപ്പൊ നമുക്കറിയാം അയണിന്റെ പുറത്ത് സിങ്ക് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളൊക്കെ നമുക്കറിയാം. അതുപോലെ ചെമ്പിന്റെ മുകളിൽ സ്വർണം പൂശുന്നതും പ്ലേറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രോളിസിസിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. അപ്പൊ ഇലക്ട്രോപ്ലേറ്റിംഗില് നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് ടാങ്ക് ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് ടാങ്ക്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സുപ്പീരിയർ മെറ്റൽ, അതായത് ഒരു ഇൻഫീരിയർ മെറ്റലിന്റെ പുറത്ത് കോട്ട് ചെയ്യുക ചെയ്യാം. ഇവിടെ സുപ്പീരിയർ മെറ്റൽ, ഇൻഫീരിയർ മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് സുപ്പീരിയർ മെറ്റൽ ആണെങ്കിൽ അതിന് ലോഹനാശനം, കൊറോഷൻ ഒന്നും പെട്ടെന്ന് സംഭവിക്കില്ല. ഇൻഫീരിയർ മെറ്റൽ ആകുമ്പോൾ അതിന് പെട്ടെന്ന് കൊറോഷനൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ
നമ്മൾ ഈ ഇലക്ട്രോളിസിസിൽ ഇവിടെ സൊല്യൂഷൻ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഒരു ആനോഡ് മെറ്റൽ ഉണ്ടാവും. അതുപോലെ തന്നെ കാഥോഡ് മെറ്റൽ ഉണ്ടാവും. ദെൻ ഇതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അല്ലെ. ഇതാണ് നമ്മളെ ഇലക്ട്രോളിസിന്റെ സെറ്റപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം ഒരു മെറ്റലിന്റെ പുറത്ത് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുക ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഏത് മെറ്റലിന്റെ പുറത്താണോ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിനെ നമ്മൾ കാഥോഡ് ആയിട്ടാണ് എടുക്കുക. മെറ്റൽ ടു ബി കോട്ടഡ്, ഏത് മെറ്റലാണ് കോട്ട് ചെയ്യേണ്ടത് ഇതിന്റെ പുറത്തായിരിക്കും നമുക്കിപ്പോ കോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ കാഥോഡ് ആയിട്ട് എടുക്കാം. ഇനി ഏത് മെറ്റൽ ഉപയോഗിച്ചാണോ നമ്മൾ കോട്ട് ചെയ്യുന്നത് ആ മെറ്റല് ആനോഡ് ആയിട്ടാണ് എടുക്കുക. സുപ്പീരിയർ മെറ്റൽ ഈസ് ടേക്കൺ ആസ് ആനോഡ്. സുപ്പീരിയർ മെറ്റൽ ഉപയോഗിച്ചിട്ട് ഇൻഫീരിയർ മെറ്റലിന്റെ പുറത്ത് കോട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ സുപ്പീരിയർ മെറ്റൽ ആനോഡ് ആയിട്ടും ഇൻഫീരിയർ മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽ ടു ബി കോട്ടഡ് ഈസ് ടേക്കൺ ആസ് ആനോഡ്. ദെൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ആനോഡ് മെറ്റലിന്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ആനോഡ് മെറ്റലിന്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇലക്ട്രോപ്ലേറ്റിംഗിൽ നമ്മൾ നോക്കുന്നത്, നമുക്കൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് നിക്കൽ ഓൺ സ്റ്റീൽ സ്പൂൺ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് നിക്കൽ ഓൺ സ്റ്റീൽ സ്പൂൺ. അതായത് ഒരു സ്റ്റീൽ സ്പൂണിന്റെ പുറത്ത് നിക്കല് എങ്ങനെയാണ് കോട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമുക്കറിയാം നമ്മളെ ഇലക്ട്രോളിസിസ് ആണെങ്കിൽ പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗിനാണെങ്കിലും ആദ്യം ഇലക്ട്രോലിറ്റിക് ടാങ്ക് അല്ലെ, ഇലക്ട്രോലിറ്റിക് ടാങ്കില് എന്താണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ദെൻ ഇതിലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകളെ ഡിപ്പ് ചെയ്യണം അല്ലെ. ഇലക്ട്രോഡ് ഇവിടെ നമ്മൾ നോക്കുക, നമുക്കറിയാം നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് നടത്തുന്നത്. ആര്? നിക്കലിനെ സ്റ്റീൽ സ്പൂണിന്റെ പുറത്ത് കോട്ട് ചെയ്യാ ചെയ്യേണ്ടത് അല്ലെ. സ്റ്റീൽ സ്പൂണിന്റെ മേലെ നമ്മൾ നിക്കലിനെ കോട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പൊ മെറ്റൽ ടു ബി കോട്ടഡ് ഏതിന്റെ പുറത്താണോ കോട്ട് ചെയ്യപ്പെടേണ്ടത് അതിനെ നമ്മൾ കാഥോഡ് ആയിട്ടാണ് എടുക്കുക. അതായത് നമ്മൾ സ്റ്റീൽ സ്പൂൺ വരയ്ക്കാൻ ശ്രമിക്കുകയാണെ. സ്പൂണുമായിരിക്കും തോന്നുന്നുണ്ടാവും. അപ്പൊ സ്പൂണ് അത് വിചാരിക്കാം. ഈ സ്പൂണിന്റെ പുറത്താണ് കോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ സ്പൂണിനെ എന്തായിട്ട് എടുക്കും? കാഥോഡ് ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ ഇത് നിക്കലാണ് നമ്മളെ ആനോഡ് മെറ്റല്. നിക്കലിനെ നമ്മൾ ആനോഡായിട്ടും സ്റ്റീൽ സ്പൂണിനെ നമ്മൾ കാഥോഡായിട്ടും എടുത്തു. ദെൻ നമ്മൾ ഇതിനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ആനോഡ് മെറ്റലിന്റെ ഒരു സൊല്യൂഷൻ ആണെന്നാണ് പറഞ്ഞത്. അതായത് ആനോഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നിക്കലാണ്. നിക്കലിന്റെ ഒരു സൊല്യൂഷൻ, സപ്പോസ് നമുക്ക് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മളെ ഇലക്ട്രോലൈറ്റ് ആയിട്ടും എടുക്കുന്നു. നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മളെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആനോഡ് നിക്കല്, കാഥോഡ് സ്റ്റീൽ സ്പൂണ്, ഇലക്ട്രോലൈറ്റ് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പൊ ആനോഡിന്ന് ഉള്ള മെറ്റല് സൊല്യൂഷനിലേക്ക് അയോൺസ് ആയിട്ട് ഇറങ്ങും. ദെൻ സൊല്യൂഷനിലുള്ള അയോൺസ്, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ കുറെ എല്ലാ ഭാഗത്തും എന്ത് വരും? നിക്കല് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പൊ നമ്മള് സ്റ്റീൽ സ്പൂണ് കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നിക്കൽ സ്പൂൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം പുറമേക്ക് എന്തായിരിക്കും? നിക്കലായിരിക്കും കാണാനുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏതിന്റെയും ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താം. ആനോഡ് മെറ്റലും കാഥോഡ് മെറ്റലും തമ്മിലുള്ള ആ വ്യത്യാസം വെച്ചിട്ട് നമുക്ക് ഏതിനെയും ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ആനോഡൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെറ്റലിന്റെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ആനോഡൈസിംഗ്. മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ആനോഡൈസിംഗ്. അപ്പൊ ഈ ആനോഡൈസിംഗില് നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ് തന്നെയാണ്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ എടുക്കുന്നത് മെറ്റൽ ടു ബി പ്രൊട്ടക്റ്റഡ് ഈസ് ടേക്കൺ ആസ് ആനോഡ്. അതായത് ഏത് മെറ്റലിന്റെ മുകളിലാണോ ഓക്സൈഡ് ലെയർ ഫോം ചെയ്യിക്കേണ്ടത്
ആ മെറ്റലിനെ നമ്മൾ ആനോഡ് ആയിട്ട് എടുക്കും. മെറ്റൽ ടു ബി പ്രൊട്ടക്റ്റഡ്. അതുപോലെ തന്നെ കാഥോഡായിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്രാഫൈറ്റ് റോഡാണ്. കാഥോഡായിട്ട് എടുക്കുന്നത് ഗ്രാഫൈറ്റ് റോഡാണ്. ദെൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ സിങ്കിന്റെ പുറത്താണ് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യിക്കേണ്ടതെങ്കിൽ സിങ്ക് നമ്മൾ ആനോഡായിട്ട് എടുക്കും. അവിടെ കാഥോഡ് ഗ്രാഫൈറ്റ് തന്നെ ആയിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റ് ക്രോമിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ടും എടുക്കും. അപ്പോൾ ഈ സിങ്കിന്റെ പുറത്ത് ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. അങ്ങനെ അത് കൊറോഷൻ റെസിസ്റ്റൻസ് ഒക്കെ സാധ്യമാകും. ഇതാണ് ആനോഡൈസിങ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോപ്ലേറ്റിങ്ങും ആനോഡൈസിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇലക്ട്രോപ്ലേറ്റിംഗിലാണെങ്കിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ചാൽ കാഥോഡ്. ഇലക്ട്രോപ്ലേറ്റിംഗിൽ നമ്മൾ കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് മെറ്റൽ ടു ബി കോട്ടഡ്. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യപ്പെടുന്നത്, ഏത് മെറ്റലിന്റെ പുറത്താണോ കോട്ട് ചെയ്യപ്പെടേണ്ടത്, അതാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ കാഥോഡായിട്ട് എടുക്കുക മെറ്റൽ ടു ബി കോട്ടഡ്. ഏത് മെറ്റലിന്റെ പുറത്താണോ കോട്ട് ചെയ്യേണ്ടത് അതാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കുക. പക്ഷെ ആനോഡൈസിംഗിൽ നമ്മൾ കാഥോഡായിട്ട് എടുക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ഓക്കെ. ദെൻ ആനോഡ്. ഇലക്ട്രോപ്ലേറ്റിംഗിലെ ആനോഡ് എന്ന് പറയുന്നത് സുപ്പീരിയർ മെറ്റൽ ആണ്. സുപ്പീരിയർ മെറ്റൽ. superior metal is taken as anode, and in anodizing anode is the metal to be coated for metal to be protected. ഇനി നമ്മളെ ഇലക്ട്രോലൈറ്റിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാല് നമ്മള് ഇലക്ട്രോപ്ലേറ്റിംഗിൽ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ആനോഡ് മെറ്റലിന്റെ സാൾട്ട് സൊല്യൂഷൻ ആണ് അല്ലെ. ദാറ്റ് ഈസ് സാൾട്ട് സൊല്യൂഷൻ ഓഫ് ആനോഡ് മെറ്റൽ. ഇലക്ട്രോപ്ലേറ്റിംഗിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇലക്ട്രോളിസിസിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഇലക്ട്രോളിസിസിന്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. എന്താണ്, മെറ്റലിനെ റിഫൈൻ ചെയ്തെടുക്കാൻ, അതായത് സോഡിയം പോലെയുള്ള മെറ്റലിന്റെ റിഫൈനിങ്ങിന്. അപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽസിന്റെ പ്രിപ്പറേഷന്. പിന്നെ നമുക്ക് ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രോളിസിസ് വഴി. ദെൻ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താം, ആനോഡൈസിങ് നടത്താം, അതായത് മെറ്റൽ പ്രൊട്ടക്ഷൻ. ഇത്തരം ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ് ഇലക്ട്രോളിസിസ്. ഓക്കെ. ഇലക്ട്രോളിസിസിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.